إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം പറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ എവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തി പാലിക്കണമെന്ന് സ്വന്തത്തിന് ബാധ്യതയുള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം അനുസരിക്കുന്ന മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അള്ളാഹു നമ്മെ ഏവരെയും അവന്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ അതൊരിക്കലും നമുക്ക് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. നമ്മൾക്ക് അള്ളാഹു നൽകിയ ശരീരവും അതിലെ അവയവങ്ങളും, നമ്മുടെ കുടുംബം, നമ്മുടെ ഇണ, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, വാഹനം തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പലപ്പോഴും നന്ദി കാണിക്കുവാൻ നമ്മിൽ പല ആളുകൾക്കും സാധ്യമാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുമ്പോൾ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ, നമുക്ക് ഓരോരുത്തർക്കും നൽകിയ വലിയ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 164-ാമത്തെ വചനത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ അവർക്ക് അയച്ചു കൊടുക്കുക വഴി, അവരിലേക്ക് നിയോഗിക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്നാണ്. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാതി, ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കുന്നുണ്ട്. വയുസക്കീഹിം, അവരെ പരിഷ്കരിക്കുന്നുണ്ട്, അവരെ നന്നാക്കിയെടുക്കുന്നുണ്ട്, അവരെ തിന്മകളിൽ നിന്നും ആ പ്രവാചകനെ പിടിച്ചു വലിക്കുന്നുണ്ട്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ പ്രവാചകൻ അവർക്ക് കിതാബും ഹിക്മത്തും അല്ലാഹുവിന്റെ ഖുർആനും സുന്നത്തും ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറഞ്ഞയച്ചത് എന്നാണ്. ആ പ്രവാചകനെ നിയോഗിക്കുന്നതിന് മുമ്പ് ഈ സമൂഹം വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നൽകി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ വലിയ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകന്റെ ഉമ്മത്തിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിൽ 12 സഫ് ആളുകളാണ് ഉണ്ടാവുക. 12 വിഭാഗം ആളുകളാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. അതിൽ 8 സഫ് ഈ പ്രവാചകന്റെ ഉമ്മത്തായിരിക്കും. ബാക്കി 4 സഫ് മാത്രമാണ് പ്രവാചകന്റെ മുമ്പ് കടന്നുപോയ 1,25,000 പരം പ്രവാചകന്മാർ, അവരുടെ ഉമ്മത്ത്. അവരെല്ലാവരും നമ്മൾക്ക് ആകെയുള്ള ഈ പ്രവാചകന്റെ ഉമ്മത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ നേർ പകുതി മാത്രമാണ് അവരുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ഒരു വലിയ വിഭാഗത്തിന്റെ ആളുകളായി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് സഹോദരന്മാരെ, സഹോദരിമാരെ, അതൊരു വലിയ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് മറ്റിതര പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ അള്ളാഹു നൽകി എന്നുള്ളത് അതൊരു വലിയ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏറെ സ്നേഹിച്ചിരുന്നു. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ടില്ലാത്ത ആളുകളെയും പ്രവാചകൻ സ്നേഹിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മളുടെ ഈ സമൂഹത്തെ, നമ്മൾ ഓരോരുത്തരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചിരുന്നു എന്നാണ്. പ്രവാചകന്റെ സഹാബികൾ അത്ഭുതത്തോടുകൂടി റസൂലിനോട് ചോദിച്ച കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിനോട് നിൽക്കുന്ന ഒരു ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഉൽ അർഖദിലേക്ക് പോയി. മദീനയിൽ വിശ്വാസികളെ മറമാടുന്ന മസ്ജിദ് നബവിയോട് ചേർന്ന് നിൽക്കുന്ന ഖബർസ്ഥാനാണ് ബഖീഉൽ അർഖദ്. അതിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലയോ വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് വരാനായിരിക്കുന്നു, നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു. നമ്മളെല്ലാവരും ഖബർസ്ഥാനിലേക്ക് പോയാൽ ചൊല്ലുന്ന വാചകമാണിത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകന് പറഞ്ഞു, അതിനുശേഷം വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനുനാ, എന്റെ ഇഖ്വാനുകളെ, എന്റെ സഹോദരന്മാരെ, അവരെ ഞാനിതാ കാണാനായിരിക്കുന്നു, അവരെ ഞാൻ കാണാൻ കൊതിക്കുന്നു, എനിക്ക് അവരെ കാണാൻ ഏറെ ഇഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രവാചകന്റെ കൂടെ ഖബർസ്ഥാനിലേക്ക് പോയ പ്രവാചകന്റെ ഈ വാചകങ്ങൾ കേട്ട സഹാബികൾ ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക് യാ റസൂലല്ലാഹ്, റസൂലേ, താങ്കളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലയോ റസൂലേ താങ്കളുടെ സഹോദരങ്ങൾ, പിന്നെ ഞങ്ങളെ കാണാൻ കൊതിക്കുന്നു എന്ന് പ്രവാചകൻ വീണ്ടും പറഞ്ഞതിന്റെ കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് തിരുത്തി കൊടുത്തു. പ്രവാചകനെ പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളാണ്, നിങ്ങൾ എന്റെ കൂടെ കഴിഞ്ഞ ആളുകളാണ്. വലാകിന്ന ഇഖ്വാനുനാ അല്ലദീന ലം യഅതു ബഅദു, എന്റെ ഇഖ്വാനുകൾ, എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശേഷം കടന്നു വരുന്നവരാണ് എന്റെ ഇഖ്വാനുകൾ. ആ ഇഖ്വാനുകളെ കാണാൻ വേണ്ടിയാണ്
ഞാൻ കൊതിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നാണ്. പ്രവാചകന്റെ സഹാബികൾക്ക് അത്ഭുതമായി. പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന ആ സഹാബികളോട് പ്രവാചകൻ പറയുന്നത് അവരെയല്ല, അവരുടെ കൂടെ ജീവിച്ചിരുന്നവരെയല്ല, മറിച്ച് പിന്നീട് കടന്നു വരാനുള്ള പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കൊതിച്ചിട്ടുണ്ട് എന്നാണ് പ്രവാചകനെ പറയുന്നത്. സഹോദരന്മാരെ, എന്നെയും ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹത്തെ കാണാൻ പ്രവാചകൻ കൊതിക്കുന്നുണ്ട്. അതെവിടെ നിന്നാണ് കാണാൻ കഴിയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണുന്നത് പരലോകത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ആ പ്രവാചകൻ നമ്മളെ കാണാൻ കൊതിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളടങ്ങുന്ന വിശ്വാസി സമൂഹത്തെ അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു. തന്റെ സമൂഹത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം മാറ്റിവെച്ചിരുന്നു. തന്റെ പ്രയാസങ്ങൾ, തനിക്കുണ്ടാകുന്ന എല്ലാ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഏത് സന്ദർഭത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ചിന്ത തന്റെ ഉമ്മത്ത് എന്ന് മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ദഅവത്തുൽ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു. എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രാർത്ഥനകൾ ഈ ലോകത്ത് അവർ തേടിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അധികരിച്ചപ്പോൾ ചോദിച്ചാൽ എന്തായാലും കിട്ടുന്ന ഉത്തരം കിട്ടുന്ന ആ ഒരു പ്രാർത്ഥന, ചോദ്യം എല്ലാ പ്രവാചകന്മാരും ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നൽകിയ അവസരമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ വ ഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. എന്നാൽ ഞാൻ എന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥന ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി, അവർക്ക് ശഫാഅത്തിന് വേണ്ടി ഞാൻ പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ്. സഹോദരന്മാരെ, സഹോദരന്മാർ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ചോദിക്കാൻ മാത്രമുള്ള എത്ര സാഹചര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ജീവിച്ചിരുന്ന നാട്ടിൽ അൽ അമീൻ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന, ഏറെ സ്നേഹിച്ചിരുന്ന ആ സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസം തുറന്നു പറഞ്ഞപ്പോൾ, പ്രബോധനം തുടങ്ങിയപ്പോൾ തന്നെ ഏറെ ഇഷ്ടപ്പെട്ടത് അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണങ്ങളായ പെൺമക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വെറുപ്പ് കൊണ്ട് അവർ കൊന്നുകളഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാകും. പരിപൂർണ ഗർഭിണിയായ പ്രവാചകന്റെ മകളെ ഒട്ടകപ്പുറത്ത് താഴേക്ക് തള്ളിയിട്ട് കൊന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെറുപ്പ് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കരിക്കുമ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, നടന്നു പോകുമ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട്, നോക്കുകൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട്, ശാരീരികമായും എല്ലാം പ്രവാചകൻ ഉപദ്രവിച്ചിട്ടുണ്ട്. തന്റെ നാട്ടുകാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ഉമ്മയുടെ നാട്ടിലേക്ക്, ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഉഹദിലും മറ്റ് യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം നേരിട്ടിട്ടുണ്ട്. പ്രവാചകന്റെ നെറ്റിത്തടം പൊട്ടി ചോര വന്നിട്ടുണ്ട്. പ്രവാചകന്റെ മുഖത്ത് ആണി തറച്ചിട്ടുണ്ട്. റസൂലിന്റെ മുൻപല്ലുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ ആ പ്രവാചകൻ സഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് ഒരു കാര്യം, പ്രവാചകൻ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ചോദിച്ചിട്ടില്ല. ആ പ്രയാസങ്ങളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചു. എന്നിട്ട് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളത് പ്രവാചകന് മാറ്റിവെച്ച സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടിയാണ്. പ്രവാചകൻ നമ്മളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഒരു കവി പാടിയല്ലോ, യൗമ യദ്ഉ ആദമു വൽ അംബിയ നഫ്സി 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 നഫ്സിയ. ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാർ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ താഴോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പരലോകത്ത് പറയുന്നത് നഫ്സി നഫ്സി, എന്റെ നഫ്സിന്റെ കാര്യം എന്ന് മാത്രമാണ്. എല്ലാവരും എല്ലാ പ്രവാചകന്മാർക്കിലേക്കും ശഫാഅത്തിന് വേണ്ടി ആളുകൾ പോകുമ്പോൾ അവരെല്ലാം സ്വന്തം കാര്യങ്ങൾ പറഞ്ഞ്, അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി അയക്കുമായിരുന്നു. എന്നാൽ വയൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മതി യാ ഉമ്മതി യാ ഉമ്മതി. ഖൈറു ഖൽഖിൽ അംബിയ, അംബിയാക്കളിൽ ഏറ്റവും ഉന്നതനായ സൃഷ്ടി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയും പറയുന്നത് എന്റെ ഉമ്മത്തി എന്നായിരുന്നു. എന്റെ ഉമ്മത്തി എന്നായിരിക്കും പ്രവാചകനെ പറയുക. എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ചിന്ത മാത്രമായിരുന്നു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നത്. എല്ലാ സന്ദർഭത്തിലും അങ്ങനെയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗദുൽ കൗസർ കോരി കൊടുക്കുവാൻ അള്ളാഹു അനുമതി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിലുള്ള ആളുകൾക്ക് കോരിക്കൊടുക്കും. പ്രവാചകൻ ഉമ്മത്തിനെ തിരിച്ചറിയും. എങ്ങനെ തിരിച്ചറിയും? പ്രവാചകന് പറഞ്ഞു, അവരുടെയൊക്കെ മുഖവും മുൻകൈകളും വുളൂഇന്റെ കാരണത്താൽ പ്രകാശപൂരിതമായിരിക്കും. അങ്ങനെയാണ് ഈ ഉമ്മത്തിനെ പ്രവാചകൻ തിരിച്ചറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസർ കോരി കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് ഈ മുഖവും മുൻകൈകളും വെളുത്ത ചില ആളുകളെ അള്ളാഹു തടഞ്ഞു വെക്കും. അപ്പോഴും പ്രവാചകനെ പറയുന്നത് ഉമ്മച്ചി ഉമ്മച്ചി, അള്ളാഹുവേ അതെന്റെ ഉമ്മച്ചൻ, അവർക്ക് കോരി കൊടുക്കുവാൻ എനിക്ക് അനുമതി നൽകണമെന്നാണ്. ഏത് സന്ദർഭത്തിലും ആ പ്രവാചകനെ സഹോദരന്മാരെ നമ്മളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെ അത്രയധികം സ്നേഹിച്ച ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടതില്ലേ? നമ്മൾ സ്നേഹിക്കേണ്ടതില്ലേ? ഇഹലോകത്ത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളോട് ഇങ്ങോട്ട് എത്രത്തോളം സ്നേഹമുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മൾ അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നത്. ഉമ്മാക്ക് നമ്മളോട് സ്നേഹമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉമ്മയോടുള്ള സ്നേഹത്തിന് അളവ് കുറഞ്ഞിരിക്കും. ഉപ്പാക്ക് നമ്മളോട് സ്നേഹമില്ല, എന്റെ സഹോദരനെ അനിയനോട് പെങ്ങളോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പയോട് നമുക്കുള്ള സ്നേഹം കുറയും. സഹോദരനാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ആരാകട്ടെ, നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹിക്കാറുള്ളത്. എങ്കിൽ നമ്മുടെ ഉപ്പയേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ ഈ ലോകത്ത് നമ്മൾക്ക് എന്തൊക്കെ ആരൊക്കെ പറയാനുണ്ടോ അവരെക്കാളൊക്കെ ഏറെ നമ്മളെ സ്നേഹിച്ചിരുന്നത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടതില്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി പ്രയാസം സഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകനോട് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സ്നേഹമില്ലാതിരിക്കുവാൻ കഴിയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു ഒരു വിശ്വാസി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തങ്ങളോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞത് കൊണ്ട് റസൂലിന്റെ സഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. എത്രത്തോളം സ്നേഹിച്ചിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, തങ്ങളെക്കാൾ, സ്വന്തത്തെക്കാൾ റസൂലെ താങ്കളെ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞിരുന്ന റസൂലിന്റെ ഖലീൽ എന്ന് പ്രവാചകനെ വിശേഷിപ്പിച്ച, സ്വദീഖ് എന്ന് വിശേഷിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റയുടെ വേളയിൽ മുമ്പിലും പിന്നിലും ഇടഭാഗത്തും വലതുഭാഗത്തുമായി മാറി മാറി നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, അബൂബക്കറെ മഅൻ, നമുക്ക് ഒരുമിച്ച് നടക്കാമെന്ന്. അബൂബക്കർ പറഞ്ഞു, റസൂലേ വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ നടന്നുകൊള്ളാം. എന്റെ അബൂബക്കർ ഇങ്ങനെ നടക്കുന്നു? പ്രവാചകൻ, ഞാൻ മുമ്പിലൂടെ നടക്കുമ്പോൾ താങ്കളുടെ പിന്നിലൂടെ ശത്രുക്കൾ വരുമെന്ന് എനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇടതുഭാഗത്ത് വരുമെന്ന് എനിക്ക് ഭയമുണ്ട്, അങ്ങനെ ഇടതുഭാഗത്തേക്ക് പോവുകയാണ്. ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും റസൂലെ താങ്കളെ മറുഭാഗത്തിൽ നിന്ന് ശത്രുക്കൾ വന്ന് ആക്രമിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല റസൂലെ, താങ്കൾക്കൊന്നും സംഭവിക്കരുത് എന്നാണ്. അതായിരുന്നു അവരുടെ സ്നേഹം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഒരാളോടുള്ള സ്നേഹം കാരണത്താൽ കണ്ണു നിറയുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ഉപ്പയുടെ നിലപാടിൽ നിന്നായിരുന്നുവെന്നാണ്. പ്രവാചകൻ സഹാബികളെ ഓരോരുത്തരെയും മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുമതി കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ടേയില്ല. അബൂബക്കർ പോയില്ല. റസൂലിന്റെ കൂടെ പോകാൻ വേണ്ടി അനുമതി കാത്തു നിൽക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു കാര്യവും തീരുമാനിക്കാൻ കഴിയില്ല. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയിൽ കൂടെ കൂട്ടാൻ അബൂബക്കറിന്റെ കൂടെ കൂട്ടിക്കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞു, അസ്സുഹ്ബ യാ അബൂബക്കർ, അബൂബക്കറെ എന്റെ കൂടെ പോരാൻ നിനക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന്. ഒരു കൊച്ചു കുട്ടി കരയുന്നത് പോലെ അബൂബക്കർ കണ്ണ് നിറച്ച് കരഞ്ഞുവെന്ന് പറയുകയാണ്. ആയിഷ ബീവി പറഞ്ഞു, അന്നാണ് പറഞ്ഞത്, ഒരു മനുഷ്യന് ഒരാളോടുള്ള സ്നേഹം കൊണ്ട് കണ്ണുനീർ വരുമെന്ന്, കരച്ചിൽ വരുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അന്നായിരുന്നുവെന്നാണ്. അത്ര സ്നേഹമായിരുന്നു അവർക്ക്. അതിനുവേണ്ടി അവർ എന്തും ചെയ്യുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ മകളെ പ്രവാചകന് കെട്ടിച്ചു കൊടുത്ത വ്യക്തിത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ ആക്രമണം ഭയന്നുകൊണ്ട് നാടുവിടുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ വിരിപ്പിൽ കിടക്കാൻ പറഞ്ഞത് അലിയെയായിരുന്നു. അലി പറഞ്ഞു, റസൂൽ ഞാൻ കിടന്നുകൊള്ളാം, എനിക്ക് പ്രശ്നമല്ല, താങ്കൾക്കൊന്നും സംഭവിക്കരുത്. ശത്രുക്കൾ വന്ന് മറ നീക്കിയാൽ തന്റെ തല പോകുമെന്ന് ഉറപ്പുണ്ടായിട്ടും അലി റളിയല്ലാഹു അൻഹു കിടന്നത് പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. അവിടെ തീർന്നിട്ടില്ല. ഓരോ സഹാബികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അവർക്ക് പ്രവാചകനോട് സ്നേഹം തുളുമ്പുകയായിരുന്നു. ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക്, മുസ്ലിം സൈന്യത്തിന് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അവർ വിജയിച്ചു എന്ന് തോന്നുന്നിടത്ത് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായി. മുസ്ലിം സൈന്യം തകർച്ച നേരിട്ടു.
മുസ്ലിം സൈന്യം അവർ പരാജയപ്പെട്ട യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി ആളുകൾക്കിടയിൽ പരക്കുകയുണ്ടായി. പ്രവാചകനെ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. അവർ പിന്തിരിഞ്ഞോടുകയാണ്, അവർ കൂട്ടം തെറ്റി ഓടുകയാണ്. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തുകയായിരുന്നു മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കൈയിൽ ചേർത്തു പിടിച്ച് പിന്നീട് ഒരു കുടിയിലേക്ക് ഇറക്കി വെച്ച് സ്വന്തം ശരീരം കൊണ്ട് പ്രവാചകന് സംരക്ഷണം ഒരുക്കുകയായിരുന്നു ആ സഹാബി ചെയ്തത്. പ്രവാചകന് നേർക്ക് വരുന്ന എല്ലാ വെട്ടും കുത്തും സ്വന്തത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ആ സഹാബി. പക്ഷെ മരിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിന്റെ ശേഷം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ കാണാൻ കൊതിക്കുന്നുവെങ്കിൽ ഫല്യൻദുർ ഇലാ ഹാദാ, ഇതാ ഇദ്ദേഹത്തിലേക്ക് നോക്കിക്കൊള്ളുക. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിക്കൊണ്ട് 80ലധികം വെട്ടും കുത്തുമേറ്റ് ഒരു കൈ തൂങ്ങിക്കിടക്കുകയായിരുന്നു ആ പ്രവാചകന്റേത് എന്ന് ആ സഹാബിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. നോക്ക്, എന്തൊരു സ്നേഹമാണ് അവർക്ക്. പ്രവാചകന്റെ മുഖത്ത് തറച്ച ആണി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പല്ലുകൊണ്ട് കടിച്ചെടുക്കുകയായിരുന്നു. കടിച്ചു കിട്ടിയില്ല, അമർത്തി കടിച്ചു വലിച്ചു. അദ്ദേഹത്തിന് മുൻപല്ലുകൾ പൊട്ടിപ്പോയി. ആ സഹാബി പറഞ്ഞത്, എന്റെ മുൻപല്ലുകൾ പൊട്ടിയത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. ഒരു മുഖത്തിന് വികൃതമായ നമുക്ക് എത്ര സങ്കടം ഉണ്ടാകും. ആ സഹാബി പറഞ്ഞു, എനിക്ക് സന്തോഷമാണ്, കാരണം എന്റെ ഹബീബിന്റെ മുഖത്തെ ആണി പറിച്ചെടുത്തത് കൊണ്ടാണ് എന്റെ പല്ല് നഷ്ടപ്പെട്ടത് എന്നാണ്. അങ്ങനെ സ്നേഹിച്ചിരുന്നു ആ സഹാബികൾ. സുഹൃത്തുക്കളെ, എങ്കിൽ ആ സഹാബികളെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിച്ച ആ പ്രവാചകൻ നമ്മൾ സ്നേഹിക്കേണ്ടതില്ലേ? ആ പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി വിശ്വാസിയാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടമാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിനോട് സ്നേഹമുള്ള ആളുകൾ ചെയ്യുന്നത് പ്രവാചകൻ എങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചോ അതുപോലെ ജീവിച്ചുകൊണ്ടായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ആ പ്രവാചക സ്നേഹം പ്രകടമാക്കണം. നമ്മൾ പ്രവാചക സ്നേഹം പറഞ്ഞുകൊണ്ട് മാത്രം നടന്നാൽ പോരാ. എനിക്ക് പ്രവാചകനെ ഇഷ്ടമാണ് എന്ന് ഫോണുകളിൽ സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടോ ആളുകളോട് പറഞ്ഞു നടന്നത് കൊണ്ടോ അല്ല പ്രവാചക സ്നേഹം പ്രകടമാക്കേണ്ടത്. മറിച്ച് സ്വന്തം ജീവിതം കൊണ്ടായിരിക്കണം നമ്മൾ പ്രവാചക സ്നേഹം പ്രകടമാക്കേണ്ടത്. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറയുന്നത് ആ പ്രവാചകനോടുള്ള സ്നേഹമാണ്. കാരണം റസൂൽ അങ്ങനെയാണ് ഉറങ്ങി എഴുന്നേറ്റത്. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാലെടുത്ത് കയറുന്നത് ആ പ്രവാചകനോടുള്ള സ്നേഹമാണ്. കാരണം ആ ഹബീബ് പഠിപ്പിച്ചത് അങ്ങനെ കയറാനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നീണ്ട താടി ഉണ്ടായിരുന്നു. ആ ഹബീബിനെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെയാണ് താടി വടിക്കാൻ കഴിയുന്നത്, വെട്ടിച്ചുരുക്കാൻ കഴിയുന്നത്? എന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ താടി നീട്ടി വളർത്തണമെന്നത് കേവല ബുദ്ധിയിൽ ഉണ്ടാകേണ്ട ചിന്തയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രങ്ങൾ കയറിപ്പോകുന്നത്. ആളുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ കളിയാക്കലുകളോ നമുക്ക് പ്രവാചക സ്നേഹത്തിന്റെ അപ്പുറത്തേക്ക് പോകുവാൻ പാടില്ല. അങ്ങനെ സ്നേഹിക്കണം. അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, റസൂലേ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് താങ്കളെ സ്നേഹിക്കേണ്ടത് എന്ന് നിന്റെ ആളുകൾക്ക് റസൂലേ പഠിപ്പിച്ചു കൊടുക്കണം. ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കളേക്കാൾ, വഅബ്നാഉകും, നിങ്ങളുടെ മക്കളേക്കാൾ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങളേക്കാൾ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളേക്കാൾ, വഅശീറത്തുകും, നിങ്ങളുടെ കുടുംബക്കാരേക്കാൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ മാന്യം സംഭവിക്കുമെന്ന്, കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, വതിജാറതൻ തഖ്ശൗന കസാദഹ, വറ്റിപ്പോകുമെന്ന്, തീർന്നു പോകുമെന്ന്, നശിച്ചു പോകുമെന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, വമസാകിന തർദൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളേക്കാൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അവന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദിനെയും നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടതുണ്ട്. എങ്കിൽ നിങ്ങൾക്കുള്ള സ്നേഹം ഈ പ്രവാചകനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗ്ഗ ജിഹാദിനേക്കാൾ നേരത്തെ പറയപ്പെട്ട കാര്യങ്ങൾ കാണിയെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക, അള്ളാഹുവിന്റെ കൽപ്പനയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളുടെ ഭാര്യ ഇസ്ലാമിന് നിറക്കാത്ത ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവോടുള്ള സ്നേഹമാണ്, പ്രവാചകനോടുള്ള സ്നേഹമാണ്. നിങ്ങളുടെ മുഖത്ത് താടി നീണ്ടത് ഒരു ഭംഗിയില്ല, വടിച്ചു കളഞ്ഞൂടെ എന്ന് ഭാര്യ പറഞ്ഞാൽ അതനുസരിക്കുന്നത് പ്രവാചകനോടുള്ള ധിക്കാരമാണ്.
പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭാര്യയേക്കാൾ ഇഷ്ടം പ്രവാചകനോടുണ്ടാകും. അത് ഉണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം പ്രവാചകനെ സ്നേഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മക്കളെക്കാൾ, ഉപ്പമാരേക്കാൾ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും ഇഷ്ടപ്പെടും വരെ നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പരിപൂർണമാകില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യത്തിനപ്പുറത്താണ് നമ്മുടെ ഇഷ്ടമെങ്കിൽ, പ്രവാചകന്റെ കൽപ്പനകൾക്കപ്പുറത്താണ് നമ്മളുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ ആ പ്രവാചകനോടുള്ള ഇഷ്ടം നമുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റോഡ് ബ്ലോക്ക് ആക്കരുത് എന്ന് പറഞ്ഞു. ഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖ, നിങ്ങളുടെ വഴിയിൽ മാർഗ തടസ്സം നീക്കുന്ന ഒരു സ്വതക്കയാണ്. വിശ്വാസത്തിന്റെ 70-ൽ പരം വരുന്ന ശാഖയിൽ ഏറ്റവും താഴെയുള്ള വിശ്വാസത്തിന്റെ ഭാഗം അത് റോഡ് ബ്ലോക്ക് ചെയ്യാതിരിക്കുക, ആളുകൾക്ക് തടസ്സമുണ്ടാകാൻ നീക്കിക്കൊടുക്കുക എന്നതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂലിനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് വഴിമുടക്കുന്നത് എങ്ങനെയാണ് സഹോദരന്മാരെ പ്രവാചക സ്നേഹമാകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ നിങ്ങൾ ജീവിക്കണമെന്നാണ് കാണിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത, പ്രവാചകൻ ചെയ്തു കാണിക്കാത്ത, പ്രവാചകന്റെ സഹാബികൾ ചെയ്യുന്നത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അംഗീകാരം കൊടുത്തിട്ടില്ലാത്ത, അഥവാ പ്രവാചകന്റെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ഇല്ലാത്ത കാര്യങ്ങൾ ദീനിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. അത് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞാലും ശരി. കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹു നാസു ഹസന, ബിദ്അത്തുകളെല്ലാം വഴികേടാണ്, ജനങ്ങൾ എത്ര നല്ലതായി കണ്ടാലും ശരി എന്നാണ്. നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ദീനിലേക്ക് ഒരു കാര്യം കൂട്ടിക്കടച്ചുവാൻ പാടില്ല. അത് ദീനിന്റെ പേരായാലും ശരി, അള്ളാഹുവോടുള്ള ഹുബ്ബ് പറഞ്ഞിട്ടായാലും ശരി, പ്രവാചകരോടുള്ള ഹുബ്ബ് പറഞ്ഞിട്ടായാലും ശരി. പ്രവാചകരോടുള്ള സ്നേഹം എന്താണ്? ദീനിലൊരു കാര്യം കടച്ചു കൂട്ടാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ചെയ്യാത്തത് ചെയ്യാതിരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. സുഹൃത്തുക്കളെ, എങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം ചില ആളുകൾ പ്രകടമാക്കുന്നത് വർഷത്തിൽ ചില ദിവസങ്ങളിലും ചില മാസങ്ങളിലും മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകനായ ശേഷം 23 റബീഉൽ അവ്വൽ കടന്നു പോയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും റബീഉൽ അവ്വൽ തുടങ്ങുമ്പോൾ പ്രവാചകൻ സഹാബികളെ കൂട്ടിയിരിച്ചുകൊണ്ട് മർഹബൻ ബിക യാ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ് റബീഇനെ സ്വാഗതം ചെയ്തത് നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധ്യമാകുമോ? 13 വർഷം പ്രവാചകൻ മക്കയിൽ ജീവിച്ചു. പിന്നീട് മദീനയിൽ ജീവിച്ച 10 വർഷം പ്രവാചകനേറെ ഇഷ്ടമുള്ള സമയമായിരുന്നു. റസൂലിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായ സഹാബികളായിരുന്നു പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിരുന്നത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ബദറിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, റസൂലേ, താങ്കൾ ഞങ്ങളോട് ഒരു സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഊളിയിറങ്ങാനാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ ചെയ്യും, ഒരു മടിയുമില്ല. താങ്കൾ എന്തു പറഞ്ഞാലും ചെയ്യാൻ നമ്മൾ റെഡിയാണ് എന്ന് പറഞ്ഞ സഹാബികൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരോട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു തന്നിട്ടില്ല. ഇനി ചില ആളുകളെങ്കിലും പറയാറുള്ളത് പ്രവാചകൻ ഇങ്ങനെ സ്വന്തം ജന്മദിനം ആഘോഷിക്കുവാൻ പറയുക പ്രവാചകന് വിനയത്തിന്റെ അങ്ങേറ്റത് ഉദാഹരണമല്ലേ എന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉന്നതനാണ് എന്ന് പറഞ്ഞത് ആ പ്രവാചകനാണ്. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തള്ളിത്തുറക്കുമെന്നത് ഞാനാണെന്ന് പറഞ്ഞത് ആ പ്രവാചകനാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞത് ആ പ്രവാചകനാണ്. നമസ്കരിക്കുമ്പോൾ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചത് ആ പ്രവാചകനാണ്. മയ്യിത്ത് നമസ്കരിക്കുമ്പോൾ പോലും മുമ്പിൽ കിടത്തിയ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വലാത്ത് ചൊല്ലാനാണ് ആ പ്രവാചകനെ പഠിപ്പിച്ചത്. ഇതൊക്കെ പഠിപ്പിച്ച പ്രവാചകന് നബിദിനം എന്നത് പ്രവാചകന്റെ പേരിൽ ആഘോഷിക്കുന്നത് അത് സുന്നത്താണെങ്കിൽ, ഇസ്ലാമിലുള്ളതാണെങ്കിൽ, കൂലി കിട്ടുന്ന കാര്യമാണെങ്കിൽ, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എങ്കിൽ ആ പ്രവാചകനെ പഠിപ്പിച്ചു തന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ വിരോധാഭാസമാണ്. ആ പ്രവാചകൻ നമ്മോട് വഞ്ചന കാണിച്ചു എന്തിനാ നമ്മൾ വാദിക്കുന്നത്? ഒന്ന് ആലോചിക്കും വിശ്വാസികളെ, നമുക്ക് എങ്ങനെ സാധ്യമാകുമത്? ഇനി വേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് പ്രവാചകന്റെ വിനയം കൊണ്ടാണെന്ന് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ശരീരം പോയാലും ശരി എന്റെ പ്രവാചകനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിരുന്ന സഹാബികൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. റസൂലില്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കാൻ സാധ്യമാകില്ല എന്ന് വിചാരിച്ച് നാട് വിട്ടുപോയ ബിലാൽ
മദീനയിലുണ്ടായിരുന്നു. അവർ പിന്നീട് എത്ര വർഷം ജീവിച്ചിട്ടുണ്ട്? അവർ ആരെങ്കിലും സുഹൃത്തുക്കളെ തന്റെ പ്രവാചകൻ ജനിച്ച ദിവസമാണ്, മാസമാണ് കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വലിൽ എന്തെങ്കിലും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അവർക്കുള്ള സ്നേഹത്തെക്കാൾ അപ്പുറത്ത് നമ്മൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്, അത് ഇസ്ലാമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുവാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ പറഞ്ഞു വരുന്നത്, നബിദിനം എന്ന് പറയുന്നത്, പ്രവാചകരുടെ സ്നേഹം എന്ന് പറയുന്നത് വർഷത്തിലെ ഏതെങ്കിലും ദിവസത്തിലോ മാസത്തിലോ മാത്രം കാണിക്കുവാനുള്ളതല്ല. മറിച്ച് ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് കിടക്കപ്പായയിലേക്ക് കിടന്നുറങ്ങുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഹ്യ എന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്നിടത്ത് വരെ വുളൂ ചെയ്തുകൊണ്ട് വിരിപ്പിലേക്ക് വന്ന് വിരിപ്പ് 3 വട്ടം ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കുടഞ്ഞ് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് കൈവെള്ളയിൽ കവിളി ചേർത്തി വെച്ച് കിടന്നുറങ്ങുന്നത് പോലും ആ പ്രവാചകനെ പഠിപ്പിച്ചതും ആ പ്രവാചകനോടുള്ള സ്നേഹവുമാണ്. എല്ലാ സമയത്തും ആ പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. താടി നീട്ടി വളർത്താതെ, നിര്യാണിക്ക് മുകളിലേക്ക് പാന്റ് ധരിക്കാതെ, സുബഹിന് പള്ളിയിലേക്ക് എത്താതെ, ജമാഅത്തുകൾക്ക് കൃത്യമായി പള്ളിയിലേക്ക് എത്താതെ, റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പ്രവാചക സ്നേഹം പറഞ്ഞിട്ട് എന്റെ നേതാക്കൾ സമൂഹത്തിലെ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ നേതാക്കന്മാർ പോകാത്ത സ്വർഗത്തിലേക്ക് എനിക്ക് പോകേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ വരെ ആധുനിക സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആലോചിക്കുക സുഹൃത്തുക്കളെ, നമുക്ക് അവരാണോ വലുത്, അതല്ല പ്രവാചകനും സഹാബത്തുമാണോ വലുത്? അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതുണ്ട്, ആ സ്നേഹം പ്രകടമാക്കേണ്ടതുണ്ട്. അത് പ്രകടമാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ മാത്രമായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ കൂടെ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതുണ്ട് എന്നും ആ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്ന പാതയിലൂടെ മാത്രമായിരിക്കണം എന്നുമാണ് നാം സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് 2 രൂപത്തിലാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നത്. ഒന്നാമത്തേത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിപൂർണമായും വിശ്വസിക്കുവാൻ, അത് വിശ്വസിക്കുന്നിടത്ത് സ്വന്തം താല്പര്യങ്ങൾ വിഘ്നം നിൽക്കുന്നുവെങ്കിൽ അതിനെ മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, ഒരു ഹദീസ്, അത് നമ്മുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ ഇത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല, ഇത് എന്റെ ബുദ്ധിക്ക് യോജിച്ചതല്ല, ഇതൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നത് പ്രവാചക സ്നേഹത്തിന് വിരുദ്ധമാണ്. റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് സ്വീകാര്യോഗ്യമായി കൂടെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പരിപൂർണമായി വിശ്വസിക്കുന്നിടത്താണ് പ്രവാചക സ്നേഹപ്രകടനത്തിന്റെ 1ാം ഭാഗം നിൽക്കുന്നത്. ഈ രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നത് എന്നാണ്. മാത്രവുമല്ല, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രവാചകനെ പിൻപറ്റണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി ചെയ്യലും, പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായും ചെയ്യാതിരിക്കലുമാണ്. റസൂൽ അരുത് എന്ന് പറഞ്ഞത്, പാടില്ല എന്ന് പറഞ്ഞ കാര്യം, അത് എനിക്ക് എത്ര നേട്ടമുണ്ടാക്കുന്ന കാര്യമായിരുന്നാലും ശരി മാറ്റിവെക്കാൻ കഴിയുന്നിടത്താണ് പ്രവാചകനോടുള്ള സ്നേഹം. അത് സമൂഹത്തിന് ഒപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. പലിശ ഹറാമാണ് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചതാണ്. അതുമായി ഒരു ബന്ധവും പാടില്ല എന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ്. ആ പലിശയുമായി നമുക്ക് ബന്ധമുണ്ടാകുന്നുവെങ്കിൽ നമ്മൾ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്നവരല്ല. കച്ചവടത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്ന്, ഹറാമായ രൂപത്തിൽ സമ്പാദിക്കരുത് എന്ന്, കച്ചവടത്തിൽ സാധനത്തിന് വില കൂട്ടി പറയരുത് എന്ന്, അതല്ലെങ്കിൽ ഇല്ലാത്ത പോരിശ പറഞ്ഞുകൊണ്ട് വിൽപ്പന ചെയ്യരുത് എന്ന്, ഹറാമായ രൂപത്തിൽ സമ്പാദിക്കരുത് എന്ന്
റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര നേട്ടമുണ്ടാക്കുന്ന കച്ചവടമായിരുന്നാലും മാറ്റിവെക്കാൻ കഴിയുന്നിടത്താണ് പ്രവാചക സ്നേഹമുള്ളത്. കല്യാണമാകുന്ന സമയത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അപ്പോഴല്ലേ സൗന്ദര്യം വെളിവാക്കാൻ കഴിയുകയുള്ളൂ. ഈ സമയത്തൊക്കെ പർദ്ദയിട്ട് വരേണ്ടതുണ്ടോ, അതൊന്ന് മാറ്റിവെച്ചൂടെ, തട്ടമഴിച്ചൂടെ എന്ന് ആളുകൾ പറയുന്നതെങ്കിൽ, അതിനുവേണ്ടി വസ്ത്രം മാറ്റിവെക്കുന്നുവെങ്കിൽ, ആളുകൾ കൂടുന്നിടത്ത് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രം മാറ്റിവെക്കുന്ന അവസ്ഥ സ്ത്രീകൾക്കുണ്ടെങ്കിൽ അത് പ്രവാചക സ്നേഹമല്ല. കല്യാണത്തിന്റെ ദിവസത്തിൽ ജീവിതത്തിലെ സന്തോഷത്തിന്റെ സമയമല്ലേ, ഇന്നല്ലേ ഇങ്ങനെ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഹറാമായ എല്ലാ വിധത്തിലുള്ള ആർഭാടങ്ങളും ആഘോഷങ്ങളും കൊണ്ടുവരുന്നതെങ്കിൽ അത് പ്രവാചക സ്നേഹമല്ല, റസൂലിനോടുള്ള ധിക്കാരമാണ്. അങ്ങനെ എന്താകട്ടെ സമൂഹത്തിന് ഒപ്പിച്ചുകൊണ്ടോ നമ്മുടെ ചിന്തകൾക്കോ അല്ല സുഹൃത്തുക്കളെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറിച്ച് നമ്മുടെ ചിന്തകളേക്കാൾ കൂടുതൽ ഇഷ്ടം നമ്മൾ വെക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോടാണ്. അത് ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ആഘോഷത്തിനും അവന് പോകാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കാത്ത ഒരു ആഘോഷം, ഇസ്ലാം ദീനില്ലാത്ത ഒരു ആഘോഷം. സമൂഹത്തിൽ പല ആളുകളും പല തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏതാഘോഷം? ദീനിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന ആഘോഷങ്ങളുണ്ട്. ഓരോ നാട്ടിലും, നമ്മുടെ നാട്ടിലെ ഓരോ വിശ്വാസികളും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ആഘോഷങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കുവാൻ എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകപ്പെടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ആഘോഷങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സന്തോഷത്തോടുകൂടി കൊണ്ടാടിക്കൊള്ളുന്ന യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അങ്ങനെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ പോയി ചേർന്ന് കൊടുക്കണം, നമ്മളതിന്റെ കൂടെ ഉണ്ടാകണം, നമ്മളത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന ചിന്ത സുഹൃത്തുക്കളെ, അത് പ്രവാചക സ്നേഹമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവും അതേപോലെ തന്നെ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളും അതിലെല്ലാം നമുക്കുണ്ടാകുന്ന ഒരേ നിലപാടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ചേർന്ന് കൊള്ളാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ കഴിയുന്നിടത്താണ് സുഹൃത്തുക്കൾ നമ്മുടെ വിശ്വാസമുള്ളത്. അതല്ലാതെ നമ്മൾ ആളുകൾക്ക് ഒപ്പിച്ചുകൊണ്ട് പോകുന്നതും, അതല്ലെങ്കിൽ ഒരു വേള ഇതര മത ആഘോഷങ്ങളിൽ ആ ആളുകളെക്കാൾ കൂടുതൽ ആവേശമാണ് ചില ആളുകൾക്കുള്ളത്. ചില മതത്തിന്റെ വക്താക്കളൊക്കെ മുസ്ലിങ്ങൾ അവരുടെ ആഘോഷങ്ങളിൽ ചെയ്യുന്നത് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഇത് നമ്മുടെ ആഘോഷം തന്നെയാണോ എന്ന് പോലും ചില ആളുകൾക്ക് പിന്നെ സംശയമുണ്ടാകുന്ന രൂപത്തിലാണ് നമ്മുടെ ചില ആളുകളുടെ ആഘോഷ പ്രവണതകൾ. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി ഒരു കാര്യം, പോകേണ്ട റൂട്ട് പ്രവാചകനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകൻ എന്ത് പ്രവാചകനാണ്? കക്കൂസിൽ കയറുമ്പോഴുള്ള നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനല്ലേ നിങ്ങളുടെ പ്രവാചകൻ എന്ന് കളിയാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടമാക്കാൻ കിട്ടിയ അവസരമായിട്ടാണ് ആ സഹാബി അതിനെ കണ്ടത്. അതെ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാൽ വെച്ച് കയറണമെന്നും പുറത്തിറങ്ങുമ്പോൾ വലത് കാലാണ് വെക്കേണ്ടത് എന്നും എന്റെ പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യവും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങി എഴുന്നേൽക്കേണ്ടത് എങ്ങനെ, കിടന്നുറങ്ങേണ്ടത് എങ്ങനെ, ഉറക്കത്തിൽ ഞെട്ടിയാൽ എങ്ങനെ, ഭാര്യയോടുള്ള പെരുമാറ്റം എങ്ങനെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപക്ഷെ അശ്ലീലമായി തോന്നുന്ന കാര്യങ്ങൾ പോലും ദീന് കൃത്യമായി പഠിപ്പിക്കേണ്ടിടത്ത് ഒരു മടിയുമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ആഘോഷമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു രീതിശാസ്ത്രമോ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമ്മൾ കഴിയണം. നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ജോലിയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ജോലിയെടുക്കുന്ന ആളുകളല്ലേ, അതൊരു സന്തോഷമല്ലേ, അതിൽ കൂടിയാൽ എന്താണ് കുഴപ്പം എന്നൊന്നും സുഹൃത്തുക്കൾ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണോ, അത് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പറഞ്ഞു കൊണ്ടു നടക്കുന്നതായാലും ശരി നമുക്ക് പാടില്ല എന്നാണെങ്കിൽ അതല്ലാത്തത് ഒരിക്കലും സുഹൃത്തുക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് ദീനുമായി തട്ടിച്ചു നോക്കുവാൻ, ദീനിന് പ്രാമുഖ്യം കൊടുക്കുവാൻ, ദീന് പറഞ്ഞതനുസരിച്ചുകൊണ്ട് മാത്രം ചെയ്യുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അവിടെ മാത്രമാണ് നമ്മുടെ വിജയമുള്ളത്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹപ്രകടനം എന്ന പേരിൽ ചെയ്തു കൂട്ടുന്ന സുഹൃത്തുക്കളെ റസൂലിന്റെ സഹാബികൾ ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത, പ്രവാചകന്റെ ഭാര്യമാർ ചെയ്തു കാണിച്ചിട്ടില്ലാത്ത, നമ്മുടെ മുൻഗാമികൾ ആരും ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത പിന്നെ ചെയ്തു കാണിച്ചത് ആരാണ്? അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം ഷിയാക്കളിലെ ഫാത്തിമിയാക്കളിൽപ്പെട്ട തീവ്ര വിഭാഗമായ ഉബൈദിയാക്കളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ് സുഹൃത്തുക്കളെ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉമ്മ ആയിഷ ബീവി നരകത്തിലാണ് എന്ന് പറഞ്ഞവരാണ്.
ആയിഷ ബീവി വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞവരാണ്. അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞവരാണ്. പിന്നെ പള്ളി മസ്ജിദുൽ ഹറമിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ കൊലപാതകം നടത്തിയ ആളുകളാണ്. ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ ആളുകളാണ്. ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളെന്ന് പഠിപ്പിക്കപ്പെട്ട ആളുകൾ. അവർ ദീനിന്റെ പേരിൽ ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ അത് നമുക്ക് എന്തായാലും വേണം. അതിനെ എതിർക്കുന്ന ആളുകളൊക്കെ റസൂലോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആരോപണങ്ങൾ അത് ശിരസാവഹിക്കുവാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുവാനും പ്രവാചകനെ പഠിപ്പിക്കാത്തതിൽ മാറി നിൽക്കുവാൻ അത് സമൂഹത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലെനിക്കൊരു പ്രശ്നവുമില്ല ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസമുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണം റഹ്മാനെ. മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് എന്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ നമ്മെ അവരെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നരകത്തിന്റെ കത്തിയാടുന്ന വർഗ്ഗങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റല്ല അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ ഉന്നത വിഹായസിൽ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വസിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ. കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഒരു അപകടത്തിൽ 5 ആളുകൾ, ഒരു കുടുംബത്തിലെ 5 ആളുകൾ മരണപ്പെട്ട വിവരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ആദർശധീരരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിനെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗ്ഗം നൽകണേ. 2 ലോകത്തും അവരെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. 2 ലോകത്തും നമുക്ക് ഉപകാരപ്പെട്ടവരായി അവരെ നീ മാറ്റി തീർക്കണമേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ കടം വീടാണ് എളുപ്പം നീ നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അല്ലാഹുവേ നീ രക്ഷയും സമാധാനവും നൽകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين من كل ذنب إنه هو الغفور الرحيم.